മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പ്രഭാത വരുന്ന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ വചനങ്ങൾ സ്വീകരിക്കുവാനായിട്ട്, ദൈവാനുഗ്രഹത്തെ നിറയപ്പെടുവാനായിട്ട് തമ്പുരാൻ ഈ ഒരു പുതിയ പ്രഭാതം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ഒരുക്കി ഈ ശുശ്രൂഷയിലേക്ക് അവിടുന്ന് കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്തിന് ഒത്തിരി നന്ദി നമുക്ക് പറയാം. ദൈവവചനത്താൽ നിറയപ്പെടുവാനും പുത്തൻ തീരുമാനത്തോടും പുത്തൻ പ്രതീക്ഷയോടും കൂടെ ഇന്നേ ദിവസത്തെ അഭിമുഖീകരിക്കുവാനും ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ശുശ്രൂഷ. ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവ പരിപാലനയ്ക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം കരങ്ങൾ കുപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാത വരുന്ന ശുശ്രൂഷ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി തീക്ഷണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവത്തിൻ്റെ വചനം അനുനിമിഷം ഊർജ്ജസ്വലവും ജീവദായകവുമാണ്. ഈ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 40 മുതൽ. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. തിരുവചനം വളരെ ശക്തമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഓരോ വ്യക്തിക്കും അർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുത്ത് ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാകണം. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അനുഗ്രഹമായി തീരുന്ന അനേകരുണ്ട്.
ഈ അനുഗ്രഹമായി തീരുന്നവരെ അനുഗ്രഹമായിട്ട് സ്വീകരിക്കുവാനായിട്ട്, അനുഗ്രഹമായി തീരുന്നവരിൽ നിന്ന് അനുഗ്രഹത്തെ ജീവിതത്തെ സ്വന്തമാക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം തൊട്ട് വെളിപാടിൻ്റെ പുസ്തകം വരെ ഒറ്റ വാക്യമേ വാഗ്ദാനത്തോടു കൂടിയുള്ളൂ. അതിപ്രകാരമാണ്: ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. മാതാപിതാ, ഗുരു, ദൈവം. എത്രമാത്രം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാനായിട്ട്, അവരോട് സ്നേഹത്തോടു കൂടെ ആയിരിക്കുവാൻ, അവരുടെ വാക്കു കേൾക്കുവാൻ, അവരുടെ വാക്കനുസരിച്ച് ജീവിക്കുവാൻ, വാർദ്ധക്യത്തിൻ്റെയും രോഗത്തിൻ്റെയും അവസ്ഥയിൽ അവരെ സംരക്ഷിക്കുവാൻ, അവരുടെ ജീവിതത്തിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് തരുന്ന കൃപകളെ, അനുഗ്രഹങ്ങളെ സ്വന്തമാക്കി ദൈവിക തിരുമനസ്സിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനൊക്കെ ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ടോ? ഒരു വലിയ ചോദ്യമാണ് അത്. ആധുനികതയുടെ സംസ്കാരത്തിൻ്റെ പിന്നാലെ പലപ്പോഴും നമ്മൾ പലായനം ചെയ്യുമ്പോൾ, ഒരു പലായനത്തിൻ്റെ യാത്ര നമ്മൾ നടത്തുമ്പോൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നുണ്ട്. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാനായിട്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം, അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ശിരസ്സിലേക്കും ഹൃദയത്തിലേക്കും ഒഴുകിയിറങ്ങേണ്ട അനുഗ്രഹത്തെ എത്രമാത്രം ഇന്ന് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളെയും അവരുടെ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ സ്പന്ദനങ്ങളെയും ഒന്ന് തിരിച്ചറിയുവാനായിട്ട്, അവർ ആഗ്രഹിക്കുന്ന നിമിഷം അവരുടെ ചാരത്തൊന്നായിരിക്കാനായിട്ട്, അവരുടെ കരമൊന്ന് മുറുകെ പിടിക്കുവാനായിട്ട്, അവരുടെ നാവിലേക്ക് ഒരിറ്റ് വെള്ളം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കാവുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. നിസ്സാരമായ സ്വാർത്ഥതയുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് ലഭിക്കേണ്ട അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവര്, നിസ്സാരമായ സ്വാർത്ഥതകളുടെ പിന്നാലെയും അല്ലെങ്കിൽ സ്വാർത്ഥമായ ജീവിത ശൈലിയും രൂപപ്പെടുത്തുന്നത് കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളിൽ നിന്നും കർമ്മഭൂമികളിൽ നിന്നും വഴുതി മാറി നിൽക്കുന്നവര് ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലേക്കും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില നാൽക്കവലകളിലേക്കുമൊക്കെ എത്തുമ്പോൾ അവർ ഒത്തിരിയേറെ സങ്കടപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തെ പരിചയപ്പെടുവാനായിട്ട് ഇടയായി. സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എന്ന് പുറം ലോകം അവകാശപ്പെടുമ്പോഴും ഉള്ളിൽ ഉമിത്തിയിൽ ദഹിക്കുന്നത് പോലെ നീറുന്ന അവസ്ഥയുമായിട്ട് ആ കുടുംബം മുൻപോട്ട് നീങ്ങുകയാണ്. അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു, അവരുടെ ജീവിതത്തിൻ്റെ തടസ്സമെന്ന് പറയുന്നത് ഈ മാതാപിതാക്കളിൽ നിന്ന് ഒഴുകിയിറങ്ങേണ്ട കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. നിസ്സാര കാരണങ്ങളുടെ പേരിൽ, നിസ്സാര കാരണങ്ങൾ സ്വയം സൃഷ്ടിച്ചുകൊണ്ട് മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് തങ്ങളുടേതായ ജീവിത ശൈലി രൂപപ്പെടുത്തുവാനായിട്ട് മനോഹരമായ ഭവനം വിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് അവർ ചേക്കേറിയപ്പോൾ ആ ചേക്കേറലിൽ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ദൈവകൃപയുണ്ട്. അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ദൈവിക ചൈതന്യമുണ്ട്. അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ദൈവാനുഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ഈ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ തിരിച്ചറിഞ്ഞ് അവർ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ചെന്ന് ഒരു നേരത്തെ ആഹാരം സന്തോഷത്തോടു കൂടെ പങ്കുവെക്കാനായിട്ട് തയ്യാറായപ്പോഴും, ഒരു നേരം അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇരുത്തി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായപ്പോഴും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തീർന്നു. പ്രിയമുള്ള ദൈവജനമേ, ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഒരു നേരം ചെയ്തപ്പോൾ, ഒരു സായാഹ്നം ചെലവഴിച്ചപ്പോൾ ഇത്രമാത്രം കൃപ ദൈവം ചൊരിയുന്നുണ്ടെങ്കിൽ ദൈവം എത്രമാത്രം കരുതലോട് കൂടെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. ഒന്ന് തിരിച്ചറിയാനായിട്ട്
സാധിക്കണം. എൻ്റെ ദൈവം എത്രമാത്രം കരുതലോടുകൂടെയാണ് എന്നെ കാത്തു പരിപാലിച്ച് വഴി നടത്തുന്നത്. അവിടുത്തെ സ്നേഹത്തിൻ്റെ തികവിലേക്ക് ഞാനൊന്ന് ചേർത്ത് വെക്കാനായിട്ട് തയ്യാറാകുമ്പോൾ എത്രമാത്രം അനുഗ്രഹമാണ് അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം പറയുകയാണ്, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. പ്രിയമുള്ള ദൈവജനമേ, നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. ഒരുവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമെന്ന് ഈശോനാഥൻ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. ഒരുവന് ശിഷ്യനെന്നൊക്കെ കരുതിക്കൊണ്ട് ഒരു പാത്രം വെള്ളം വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ, എന്നാൽ കഴിയും വിധത്തിൽ അവരെൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട്, പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല, മറിച്ച് ത്യാഗപൂർണമായ ജീവിത ശൈലികളിലൂടെ ഒരുവൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്ന് കണ്ണു തുറക്കാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, കണ്ണടച്ചിരിക്കുമ്പോൾ ഇരുട്ട് എനിക്ക് മാത്രമാണ്, മറിച്ച് എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ പ്രകാശം കാണുകയാണ്. ചുറ്റുമുള്ളവർ കാണുന്ന പ്രകാശം ഞാൻ കാണുവാനായിട്ട്, ചുറ്റുമുള്ളവരിലേക്ക് ഒരു പ്രകാശത്തിൻ്റെ ശക്തിയായിട്ട് മാറാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധിക്കണം. ചിലപ്പോഴൊക്കെ ആളുകൾ പറയാറുണ്ട്, എല്ലാവരും മാറട്ടെ, എന്നിട്ട് ഞാൻ മാറിക്കൊള്ളാം. ഞാൻ മാറിയാൽ മാത്രമേ എല്ലാവരിലേക്കും ഒരു മാറ്റം സാധ്യമാകുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് എൻ്റെ ദൈവം എന്നെ കൈപിടിച്ചുയർത്തണം. അപ്രകാരത്തിൽ ഒരു നവീകരണം, ഒരു വിശുദ്ധീകരണം ജീവിതത്തിൽ സാധ്യമാകുക. പ്രിയമുള്ളവരെ, മാറ്റി നിർത്തിവെച്ച പല രത്നങ്ങളുണ്ട്, മാറ്റിവെച്ച പല അമൂല്യമായ നിധികളുണ്ട്. അവയെ ഒന്ന് കണ്ടെത്താനായിട്ട് സാധിക്കണം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് വചനം നമ്മളോട് പറയുകയാണ്. നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസം അർപ്പിക്കേണ്ടതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആത്മാർത്ഥതയോടുകൂടെ ജീവിക്കേണ്ട ജീവിത സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവകൃപ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മടിയും കൂടാതെ, ഒരു തടസ്സവും കൂടാതെ ഒഴുകി ഇറങ്ങാൻ പാകത്തിന് എൻ്റെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിച്ചുകൊണ്ട് വഴി നടത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ള ദൈവജനമേ, ഈ പ്രഭാതത്തിൽ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഹൃദയത്തെയും സന്ധിബന്ധങ്ങളെയും മജ്ജയും കീറിമുറിക്കുന്നതുമായ ദൈവവചനം ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു വിശുദ്ധിയെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ഒരു ശക്തമായിട്ടുള്ള ദൈവാനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നയിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവാനുഭവത്താൽ നിറയപ്പെടുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗഭാക്കാകുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന പോലെ അനുനിമിഷം വിശുദ്ധീകരിച്ചുകൊണ്ട് വഴി നടത്തപ്പെടുവാനായിട്ട് ജീവിതത്തിൽ നമുക്കോരോരുത്തർക്കും സാധ്യമാകണം. പ്രിയമുള്ള ദൈവജനമേ, നാം ഓരോരുത്തരും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. അതിലേറെ തീക്ഷ്ണതയോടുകൂടെ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിലെ തടസ്സങ്ങൾ മാറ്റപ്പെടുവാനായിട്ട്, ദൈവാനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു കിട്ടുവാനും അത് കൃപയിൽ തുറന്നു കിട്ടുവാനുമുള്ള അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ ഇന്നേ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയിൽ നിറയപ്പെടുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കേണ്ട സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും വേണ്ട പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ, ജീവിതത്തിൽ നന്മയുടെ കൃപയുടെ ഉറവിടങ്ങളെ അനുനിമിഷം സ്വന്തമാക്കി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, വേദസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെയും മാധ്യസ്ഥം തേടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് സ്വർഗം ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന കാവൽ മാലാഖായുടെ സംരക്ഷണത്തിന് ഞങ്ങളെ ഏൽപ്പിച്ചു നൽകുന്നു. എല്ലാ തിന്മകളിൽ നിന്നും അനർത്ഥകളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. തിരുവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ
നീ ചെയ്തു. അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു. അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം. അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി. കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി. കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന. നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ. നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ. നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, മാർപ്പാപ്പായിൽ നിന്ന് മെത്രാന്മാരിലേക്ക്, മെത്രാന്മാരിൽ നിന്ന് വൈദികരിലേക്കും അൽമായരിലേക്കും ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും പിതാവിൻ്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ മറിയം തെരേസിൻ്റെയും വിശുദ്ധ ആവറേച്ചൻ്റെയും വിശുദ്ധ എപ്രേസ്യാമയുടെയും വിശുദ്ധ ദൈവസഹായം പിള്ളയുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾ സമ്മാനമായി നൽകിയിരുന്ന കാവൽ മാലാഖയുടെ സംരക്ഷണം നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
പ്രത്യേകമായിട്ട് ഡിവൈനിൽ ഈ നിമിഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഗുഡ്നസ് ചാനലിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. അവരുടെ ജീവിതങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. ഡിവൈനിൽ മരിയൻ കൂടാരത്തിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാപകൽ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് നമ്മുടെ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. സാധിക്കുന്നവരെല്ലാം ഒരു ജപമാലയെങ്കിലും ഇന്നേ ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുമല്ലോ. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മാധ്യമ ശുശ്രൂഷകരെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരിലേക്കും ദൈവാനുഗ്രഹവും കൃപയും ഉണ്ടാകുവാനായിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.